രാവിലെ പല്ലിന് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ വലിയ നെസ്റ്റോയുടെ അടുത്താണെന്നാണ് പറഞ്ഞ്. ഓൺലൈൻ ഞങ്ങൾ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പം പറഞ്ഞു വലിയ നെസ്റ്റോയുടെ അടുത്താണ്. ടാക്സി ഒന്നിന്നതും ടാക്സി ഒന്നും ഇവിടെ ഇവിടെ സമ്മതിക്കില്ല. ചെന്നൈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് പോകാനായിരുന്നു പ്ലാൻ. അപ്പം അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വന്ന് കയറണം. അപ്പം വേറെ അടുത്ത് നോക്കിയപ്പം നെസ്റ്റോയുടെ അടുത്ത് വരണം. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചാൽ അവർ ഓപ്പണാണ് ചെന്നോളം പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടെ ഭയങ്കര റേറ്റാണ് പറയുന്നതെങ്കിൽ അവിടെ ചെയ്യത്തില്ല. റോളയിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓണർ പറഞ്ഞിട്ടുണ്ട് റോളയിൽ ചേച്ചിയുടെ മോനെ കൊണ്ടു കാണിച്ചെടുത്ത് അവിടെ ഇച്ചിരി ഫില്ലിങ്ങിന് എന്തോ 100 dirhams വേണ്ട പറഞ്ഞു. എനിക്ക് 2 കിട്ടും. അപ്പം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും അവിടെ പോയി നോക്കാം. വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ചെയ്യും. ഇനി അങ്ങ് റോളെ വരെ പോകണ്ടല്ലോ. വിനുവിനും ഒരു പല്ലിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നത്. പോയ സ്ഥിതിക്ക് അങ്ങ് നമുക്ക് കാണിക്കാം. നിങ്ങൾ എന്നിട്ട് സംസാരിച്ച് നോക്കാം. എൻ്റെ 2 പല്ല് അടയ്ക്കാനും നിങ്ങളുടെ 1 പല്ല് അടയ്ക്കാനും ഒരു 250 ചെയ്ത് തരും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ചിലപ്പം പറയാൻ പറ്റില്ല. ചില സമയത്ത് ഇവിടെ അത് ഞാൻ ഇവിടെ UAE മാത്രം കണ്ടു. ഇവിടെ എല്ലാത്തിനും മറ്റേ ഓഫറാണ്, ഭയങ്കര ഓഫറാണ്. പല്ല് മുതൽ ഫുൾ ബോഡി ചെക്കപ്പ് ഒരു പാക്കേജാണ്. ഭയങ്കര പാക്കേജിൻ്റെ പരിപാടി. ഇപ്പോൾ കളേഴ്സ് ആണേലും എല്ലാം നാട്ടിനേക്കാളും ഭയങ്കര ചീപ്പായിട്ട് ചില പാക്കേജൊക്കെ ഇടും ഈ ഓഫ് സീസണിലൊക്കെ. പക്ഷെ ഇപ്പോൾ ഓഫ് സീസൺ അല്ല, ഇപ്പം ഇവിടെ സീസണാണ്. ഇവിടെ ഓഫ് സീസൺ വരുന്നത് എപ്പോഴാണ്? അതേത് മാസം? ജൂൺ ജൂലൈ ഒക്കെ അപ്പോഴത്തേന് ഈ സ്കിന്നിന്റെ ആ സമയത്തൊക്കെ സ്കിന്നിനൊക്കെ ഭയങ്കര ഓഫറാണ് ഈ പാക്കേജ്. 299 ഒക്കെ മറ്റേ ഗ്ലൂട്ടത്തയോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ കഴിഞ്ഞ തൊട്ട് ഇങ്ങനെ ഓഫർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലൂട്ടത്തയോൺ അടിച്ചാലും ഒക്കെ നീ വിചാരിച്ചു. അപ്പം നമ്മുടെ കസ്റ്റമർ കുറേ നമുക്ക് നഴ്സസും അങ്ങനെയൊക്കെ ഡോക്ടറൊക്കെ നമുക്ക് കസ്റ്റമർ. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ലിബി ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, ആവശ്യമില്ലാത്ത പണി ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഫോണിൽ ഫിൽറ്റർ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീഡിയോയുടെ അപ്പുറത്ത് നിന്ന് എനിക്കൊന്ന് വീഡിയോ എടുത്തു തരാൻ മതി. ഇന്ന് ഡിവോഴ്സ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അടുത്തല്ലോ ചുമ്മാ തന്നെയല്ലേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ലേ. ഞാനിവിടെ പേര് പറയുന്നില്ല. ഇവിടെ 30-ാം തീയതി തൊട്ടിനി നമുക്ക് മീഡിയ ലൈസൻസ് വേണം, എന്തോ വേണം ഈ ബ്ലോഗിങ് ഒക്കെ ചെയ്യാനും. ഇത് പക്ഷെ നമ്മുടേതായിട്ടുള്ള ഇത് ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്നാണ് കേട്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഇനിയിപ്പോൾ ആ ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു 10,800 രൂപയുടെ ചിലവുണ്ട് ദിറംസിൻ്റെ. വേറെ പണിയില്ല. ആകെ ഞാനും 194 സബ്സ്ക്രൈബർ ഉള്ളിടത്ത് ഞാൻ അപ്പോഴൊന്നും ഞാൻ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും പല്ലൊക്കെ ഫില്ല് ചെയ്തു. 300 ദിറംസ് പറന്നു. കുഴപ്പമില്ല. അവനെന്നിട്ട് പറഞ്ഞു വേറെ ഒരെണ്ണമുണ്ട്, അതിന് ഒരെണ്ണത്തിന് 200 വെച്ചു. അപ്പോൾ 600. ഞാൻ പറഞ്ഞത് വേണ്ട, അതിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ലേസർ അതിനും അവർക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പോയപ്പോൾ അത്ര തന്നെ. ഞാൻ പറഞ്ഞു വേണ്ട, അത് വേണ്ട, നോർമലി ഇതാവും. അപ്പോൾ ഇനിയിപ്പം അങ്ങ് സലൂണിലോട്ട് പോകണം. അപ്പോൾ 1/2 മണിക്കൂറത്തേക്ക് വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ഫുഡ് ഇന്ന് കഴിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഒരു സൈഡ് മീൻസ് എനിക്ക് 2 സൈഡിലും ചെയ്തിട്ടുള്ളതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി. ഭയങ്കര ഇല്ല. അപ്പം അത് ചെയ്തു, കുഴപ്പമില്ല. അത് ചെയ്തത് നന്നായി. കാരണം ചെയ്യില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇപ്പം നമുക്ക് വേദന ഒന്നുമില്ല, പിന്നെ പോട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ദിവസം റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെയൊക്കെ റൂട്ട് കനാലോട് ചെയ്താൽ അവരെ നമ്മളെ അർത്ഥമല്ലോ. എല്ലാ മാസം കിട്ടുന്ന സാലറി ആ അവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇതൊരു സ്കൂൾ ഏരിയ ആണേ. അത് സ്കൂൾ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ടാക്സിക്ക് വേണ്ടി. ടാക്സി എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പോകും സലൂണിലോട്ട്. റൂമിൽ പോയി ജസ്റ്റ് ടീഷർട്ടൊന്ന് എടുത്തിടണം സലൂണിൻ്റെ. അത് കഴിഞ്ഞിട്ട് സലൂണിലോട്ട് പോകും. ഇനിയിപ്പോൾ 1/2 മണിക്കൂറത്തേക്കൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. വലിയൊരു ഗ്ലാസ് ചായ കുടിച്ചു. ഡോക്ടർ കണ്ടപ്പോഴേ എന്നോട് ചോദിച്ചു നിറയെ ചായ കുടിക്കുമല്ലേ, മറ്റേ പല്ലിലൊരു കളർ യെല്ലോയിഷ് കളറുണ്ട്. ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ഇന്നാളെ നാട്ടിൽ നിന്നൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് പുളിപ്പ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്കത് വലിയൊരു പിടുത്തില്ല. ഒന്നും ടാക്സി വന്നില്ല, ഈ സമയം ഉണ്ടായിരിക്കും ടാക്സി ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞു. അപ്പം പറ്റുമല്ലോ. എല്ലാവരും ഒക്കെ എന്ത് ഞാൻ വിനോദെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് ഞാൻ വിനു എന്നാണ് വിളിക്കുന്നത്. വിനുവിന് അതിന് പ്രശ്നമില്ല, എനിക്കതാണ് കംഫർട്ടബിൾ.
ചേട്ടാന്ന് എൻ്റെ കൺസെപ്റ്റിൽ അത് സെറ്റാകില്ല. അതുകൊണ്ട് പിന്നെ എന്നെ വിനു വിളിക്കും, ഞാൻ വിനുവെന്ന് വിളിക്കും, അത്ര തന്നെ. എൻ്റെ മോൻ എന്നെ ഡിയർ, ഡർലിങ് എന്തൊക്കെ വിളിക്കും. പിന്നെ എന്നെ അധികം ക്ലോസ് ആയിട്ടുള്ളവരെല്ലാം ഞാൻ പേര് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നും. ചേട്ടാ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും, എന്തും പറയാനുള്ള ഒരു ഇത് വരൂല. പക്ഷേ പേര് വിളിക്കുമ്പോൾ എനിക്ക് അവരോട് എന്തും പറയാം എന്നുള്ളൊരു എൻ്റെ മൈൻഡ് സെറ്റാണത്. അങ്ങനെയാണ്. എനിക്ക് പേര് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് എന്തും ഞാൻ പറയും, എനിക്കൊരു പ്രശ്നമില്ല. ചേട്ടാന്നൊക്കെ വിളിച്ചാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമുക്കൊരു തമാശ പോലും, ഒരു ബഹുമാനമായി, ഒരു തമാശ പോലും നമുക്ക് പറയാൻ പറ്റില്ല. വിനു എന്ന് വിളിക്കുന്നുണ്ട്, എനിക്ക് വിനുവിനോട് എന്തും പറയാം. ഒരു നല്ല ചെക്കൻ പോകുന്നപ്പോൾ അയ്യോ ദൈവമേ ഞാൻ കട്ടൻ തരുത്തി ഇവർ എവിടെ പോയിരിക്കുമായിരുന്നു, ആ വളവിൻ്റെ അവിടെ അടുത്തുള്ള എൻ്റെ വീട് നോക്കി ഞാൻ ഇവരോട് പറയാറുണ്ട്. നല്ല പെണ്ണുങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോ എന്ന് പറയും ഞങ്ങൾ തമ്മിൽ. അപ്പം പേര് വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ സെയിം ഒരാളായിട്ട് ഫീൽ ചെയ്യാറുള്ളത്.